കുപ്രസിദ്ധ മോഷ്ടാവ് ബണ്ടി ചോറിനെ വീണ്ടും കസ്റ്റഡിയിലെടുത്ത് പോലീസ്. തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇന്നലെ രാത്രിയാണ് കസ്റ്റഡിയിലെടുത്തത്. പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നതിനാൽ ഇയാളുടെ മാനസിക നില പരിശോധിക്കാൻ പോലീസ് തീരുമാനിച്ചു. കുപ്രസിദ്ധ മോഷ്ടാവ് ബണ്ടി ചോറിനെ കൊച്ചി പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ചിരുന്നു. ഇതിന് പിന്നാലെ തിരുവനന്തപുരത്തെത്തിയപ്പോഴാണ് റെയിൽവേ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇന്നലെ രാവിലെ തിരുവനന്തപുരത്ത് എത്തിയതാണെന്ന് ബണ്ടി ചോർ പോലീസിനോട് പറഞ്ഞു. പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ഒരു മോഷണ കേസുണ്ടായിരുന്നു. ഇതിൽ പിടിക്കപ്പെട്ടപ്പോൾ കൈവശം 22,000 രൂപയാണ് ഉണ്ടായിരുന്നത്. കേസ് കഴിഞ്ഞ സാഹചര്യത്തിൽ വഞ്ചൂർ കോടതിയിൽ നിന്ന് ഈ തുക തിരികെ ലഭിക്കുന്നതിന് അഭിഭാഷകനായ മുകേഷിനെ കണ്ടുവെന്നാണ് ബണ്ടി ചോർ പറഞ്ഞത്. തന്റെ ജീവിതകഥ ആസ്പദമാക്കി 2 സിനിമകൾ പുറത്തിറങ്ങിയിരുന്നു. ഇതിൽ തന്റെ അനുമതി തേടിയിരുന്നില്ല. അഭിഭാഷകനുമായി സംസാരിച്ച് നിയമപരമായി മുന്നോട്ട് പോകാനാണ് തിരുവനന്തപുരത്തെത്തിയതെന്നും ബണ്ടി ചോർ പറഞ്ഞിരുന്നു. എന്നാൽ പിന്നീട് വിശദമായി ചോദ്യം ചെയ്തപ്പോൾ മറ്റു പല കാര്യങ്ങളാണ് ബണ്ടി ചോർ പറഞ്ഞത്. ഈ സാഹചര്യത്തിലാണ് മാനസിക നില പരിശോധിക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചത്. ബണ്ടി ചോർ പറയുന്ന കാര്യങ്ങളുടെ വസ്തുത പോലീസ് പരിശോധിച്ചു വരികയാണ്. മാനസിക നില കൂടി പരിശോധിച്ച ശേഷമാകും ഇയാളെ വിട്ടയക്കുന്നതിൽ തീരുമാനമെടുക്കുക. ബണ്ടി ചോർ കേരളത്തിൽ തുടരുന്നിടത്തോളം നിരീക്ഷണമുണ്ടാകുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. മീഡിയ 1 തിരുവനന്തപുരം.